Okay, any next topic is simple harmonic motion or SHM. Okay, so SHM എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോഷനാണ്. ഫസ്റ്റ് വൺ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഷുഡ് ബി പീരിയോഡിക്. ഓക്കെ, പീരിയോഡിക് മോഷൻ ആയിരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Any motion which repeats after equal interval of time is called periodic motion. Okay, any motion which repeats after equal interval of time. ഒരു സെയിം ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രിക്ഷൻലെസ് ഒരു സർഫസ് ഉണ്ടെന്ന് വെച്ചു. ഈ സർഫസിൽ ഫ്രിക്ഷനൊന്നുമില്ല, സ്മൂത്ത് സർഫസാണ്. നമ്മൾ ഇതിൽ ഒരു സ്പ്രിങ് മാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് വെച്ചു. ഒരു സ്പ്രിങ് ഉണ്ട്, അതിലൊരു മാസ് ഉണ്ട്. നൗ ഞാൻ ഇതിനെ ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് റിലീസ് ചെയ്യാണ്. സോ എന്ത് സംഭവിക്കും? ഈ ഒരു മാസ് ഈ പോയിൻ്റ് വിട്ടിട്ട് ഒരു മാക്സിമം പോയിൻ്റ് വരെ മൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. സോ ഈ രണ്ട് ലെങ്ത്തിനുള്ളിൽ, ഇത്രയും ഡിസ്റ്റൻസിനുള്ളിൽ ഇത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതൊരു ഐഡിയൽ, ഇതൊരു ഫ്രിക്ഷനും എയർ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഈ സർഫസിൽ ഫ്രിക്ഷനൊന്നും ഇല്ലെങ്കിൽ ഈ മോഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ മോഷൻ നോക്കുകയാണെങ്കിൽ സപ്പോസ് ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടം തൊട്ടിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ ഇവിടം തൊട്ടിട്ട് ഒരേ ടൈമിലാണ് ഇവിടം തൊട്ട് ഇവിടെ എത്തി അഗെയിൻ തിരിച്ച് ഇവിടെ എത്തുന്നത് ഇപ്പോൾ ഒരു 1 സെക്കൻഡിലാണ് വെച്ചോ. ഓക്കെ, ദെൻ അടുത്ത 1 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി, അഗെയിൻ ഇവിടെ തന്നെ തിരിച്ചെത്തി. സോ ഓരോ 1 സെക്കൻഡിലും, ഈ 1 സെക്കൻഡ് എന്നുള്ള ആർബിട്രറി ഞാൻ ചൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഓരോ ടൈമിലും സെക്കൻഡിലും ഈ മോഷൻ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ വരെ എത്തും, പിന്നെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും, എഗെയിൻ ഇവിടെ എത്തും, then മോഷൻ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ ഈക്വൽ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് സിമ്പിൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുക. ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഏത് ടൈപ്പ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഈക്വൽ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡിൽ ഒരു സ്ട്രിങ്ങും അതിൻ്റെ അടിയിൽ ഒരു മാസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിചാരിച്ചോ. സപ്പോസ് ഞാൻ ഈ മാസിനെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് റിലീസ് ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്തു. സോ ഇതെന്ത് സംഭവിക്കും? ഈ മാസ് ഇങ്ങനെ 2 പോയിൻറ്റിൻ്റെ ഇടയിൽ സ്ട്രിങ് ഇതിൻ്റെ ഇടയിൽ ഓസിലേറ്റ് ചെയ്യും. സോ ഈ പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി, അഗെയിൻ ഇവിടെ തിരിച്ചെത്തി. സപ്പോസ് ആ ടൈം ഒരു ടി ആണെന്ന് വെച്ചാൽ, ക്യാപിറ്റൽ ടി. ഓക്കെ, ദെൻ വീണ്ടും എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അഗെയിൻ അടുത്ത ടിയിൽ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തി. സോ ഓരോ സെക്കൻഡിലും ഈ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ, ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദ മോഷൻ ഷുഡ് ബി പീരിയോഡിക്. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ the acceleration of the body or particle, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്മോൾ പാർട്ടിക്കിൾ ആണെങ്കിൽ പാർട്ടിക്കിൾ പെർഫോമിങ് പീരിയോഡിക് മോഷൻ, the acceleration of the body performing periodic motion should be proportional to the distance of the body or particle from
a fixed point called center of simple harmonic motion, or it is also known as mean position of the body or particle. ഓക്കെ, ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുക എന്ന് എപ്പോഴാണ് പറയാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ അത് പീരിയോഡിക് ആവണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓർ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്ന. ഇപ്പം ഈ കേസിലാണെങ്കിൽ ഇതാണ് ഈ ബോഡി, ഈ മാസാണ് നമ്മളെ ബോഡി അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ ഈ സിമ്പിൾ പെൻഡുലത്തിലെ കേസാണ് ഈ മാസാണ്, ഇതിനാണ് ഓസിലേഷൻ ഉള്ളത്. സോ ഈ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ ഈസ് directly proportional to എപ്പോഴും directly proportional to the distance from the center point or mean position. ഓക്കെ, ഈ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, the acceleration of the body or the object we are considering is directly proportional to the distance from the mean position. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അടുത്ത കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ മീൻ പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഈ സെൻറ്റർ പോയിന്റ് ഇവിടെയാണ് മീൻ പൊസിഷൻ. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇവിടെ ഇനീഷ്യലി റെസ്റ്റ് ചെയ്യുന്ന ഈ പൊസിഷനാണ് മീൻ പൊസിഷൻ. അപ്പോൾ എപ്പോഴും ഈ ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ ഇവിടേക്ക്, സപ്പോസ് ഈ ഒരു പോയിന്റിലുള്ള ആക്സിലറേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലെ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഈ ഒരു പൊസിഷനിലെ ആക്സിലറേഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ പൊസിഷനിൽ ഈ ഇതിലേക്കുള്ള ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നോട്ട് ഈക്വൽ ടു അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി ഈ കേസിലാണെങ്കിൽ സപ്പോസ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ അറ്റ് ദിസ് പോയിന്റ്, ദെൻ ദിസ് ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ പൊസിഷൻ ടു ദിസ് പോയിന്റ്. ഓക്കെ, ഇപ്പോൾ ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലെ ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണം. ഇങ്ങനെ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. Then ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. The third condition is that the acceleration of the body or particle, the acceleration of the body or particle is always directed towards the mean position. The acceleration of the body or particle should always directed towards the mean position. ഓക്കെ, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷനെയാണ്, അല്ലെങ്കിൽ ഈ മൂന്ന് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഷുഡ് ബി ഓൾവേസ് പീരിയോഡിക്, സെയിം ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഒരേ ടൈം ഇൻ്റർവെൽ ഒരേ ടൈം എടുത്തിട്ട് മോഷൻ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ മോഷനായിരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷൻ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ. ആക്സിലറേഷൻ്റെ വാല്യൂ എപ്പോഴും ഈ ഡിസ്റ്റൻസിൽ നിന്നും മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് പറഞ്ഞത്, ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും, ടുവേർഡ്സ് ദ സെൻറ്റർ പൊസിഷൻ ആയിരിക്കും. ഇവിടുത്തെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ, ഈ പോയിന്റിലെ ആക്സിലറേഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇതാണ് മെയിൻ പൊസിഷൻ. ഈ ഇതിലേക്ക് ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അതേമാതിരി ഈ പോയിന്റിലെ ആക്സിലറേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. ഇത് ഈ മെയിൻ പൊസിഷൻ്റെ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ആക്സിലറേഷൻ വരും. ഓക്കെ, സോ ഇങ്ങനെ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോഷൻ വിച്ച് ഈസ് സാറ്റിസ്ഫൈങ് ദീസ് ത്രീ കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ പീരിയോഡിക്, ദെൻ സെക്കൻഡ് വൺ ആക്സിലറേഷൻ is directly proportional to mean position, and third one direction of acceleration is
always towards the mean position. Okay. ഇനി ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി ഏറ്റവും ഈസി ആയിട്ട് എല്ലാ ടേംസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനറലി നമ്മളൊരു സർക്കുലർ മോഷൻ, ഒരു പാർട്ടിക്കിളിൻ്റെ സർക്കുലർ മോഷനാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, അതിലൊരു പാർട്ടിക്കിൾ, സപ്പോസ് ഇനീഷ്യലി ഈ പാർട്ടിക്കിൾ ഇവിടെയാണ് വെച്ചാൽ ഒരു പി എന്നുള്ളൊരു പാർട്ടിക്കിൾ ഉണ്ട്, അത് ഈ സർക്കുലറിന് മുകളിൽ കൂടെ ഈ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കൂടെ ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടി എന്നുള്ള ടൈം എത്തിയപ്പം പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഇനീഷ്യലി ഇവിടെ ആയിരുന്നു, ടി ഈസ് ഈക്വൽ ടു 0 പാർട്ടിക്കിൾ ഇവിടെയാണ്. ഒരു ടി സെക്കൻഡ് എത്തിയപ്പം ഇവിടെ തൊട്ട് ഒരു ടി സെക്കൻഡ് ട്രാവൽ ചെയ്തപ്പം പാർട്ടിക്കിൾ ഇവിടെ എത്തി വിചാരിച്ചു. സപ്പോസ് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഈസ് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ്. ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. നൗ ഓൾസോ സപ്പോസ് ഈ പോയിൻ്റ് എ ആണ്, ഇത് ബി ആണ്, ഈ പോയിൻ്റ് സി ആണ്, ഇത് ഡി ആണ്. ഇതിൻ്റെ ഡയമീറ്റർ എ ബി ആൻഡ് സി ഡി. ആൻഡ് ഓൾസോ ദ റേഡിയസ്, ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് ഒരു 6 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, നൗ ഇഫ് വി കൺസിഡർ ദ പ്രൊജക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ പി, ഈ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യണം. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഷാഡോ എടുക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ടോർച്ചോ എന്തെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ പാർട്ടിക്കിളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഷാഡോ നമുക്ക് ഇവിടെ കിട്ടും. സപ്പോസ് ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈനിലുള്ള ഷാഡോ ആണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചു. സിമിലർലി നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് ടോർച്ച് അടിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഷാഡോ ഓൺ ദിസ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലാണ് ചെയ്യുന്നത് വെച്ചാൽ. സോ സപ്പോസ് ദിസ് പോയിൻ്റ് ഈസ് സം എം. ഓക്കെ, സോ ഈ എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ, എമ്മിനെ പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ പോയിന്റ് പി ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ. ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഷാഡോ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ പോയിന്റ് പിൻ്റെ ആക്ച്വൽ പോയിന്റ് പി ഇതാണ്, അതിൻ്റെ ഷാഡോ കൺസിഡർ ചെയ്യുമ്പോൾ എം എന്നുള്ളൊരു പോയിന്റ് കിട്ടും. നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ എം എന്നുള്ള പോയിന്റ് കിട്ടും. സോ എം ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ പി ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ എ ബി. ഓക്കെ, ഓൾസോ സപ്പോസ് ദിസ് ആംഗിൾ ഈസ് സം തീറ്റ. ഈ ആംഗിൾ ഒരു തീറ്റയെന്ന് വിചാരിച്ചു. ഈ സെൻറ്റർ പോയിന്റ് ഒരു ഓയോ ആണെന്ന് വിചാരിച്ചു. നൗ ഈ പാർട്ടിക്കിൾ ഈ പോയിന്റ് എ തൊട്ടിട്ട് ഇങ്ങനെ ഈ സർക്കംഫറൻസ് കൂടെ മൂവ് ചെയ്യാണ്. എ സി ബി ഡി എന്നുള്ള പാത്തിൽ കൂടിയാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഈ പാർട്ടിക്കിൾ പി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എം എന്നുള്ള പോയിന്റിൻ്റെ മോഷൻ നോക്കാം. ഓക്കെ, ഈ എം എന്നുള്ള പോയിന്റിൻ്റെ മോഷൻ എങ്ങനെ വരും? ഇപ്പം ഇനീഷ്യലി പാർട്ടിക്കിൾ ഇവിടെയായിരുന്നു, പാർട്ടിക്കിൾ പി എന്നുള്ള പോയിന്റ് ഇവിടെയായിരുന്നു, ഇവിടെ തന്നെ ആയിരിക്കും എമ്മും വരിക. ദെൻ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ എം എന്നുള്ള പോയിന്റ്, എം എന്നുള്ള പാർട്ടിക്കിൾ ഒബ്ജക്റ്റ് ഷാഡോ പോയിന്റ് എന്ത് സംഭവിക്കും? പോയിന്റ് എ തൊട്ടിട്ട് ബി വരെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടം തൊട്ട് ഈ എ എന്നുള്ള പോയിന്റ് തൊട്ട് സിയിലെത്തുമ്പം, പി എന്നുള്ള പോയിന്റ് സിയിലെത്തുമ്പം എം എന്നുള്ള പോയിന്റ് ഇവിടെ എത്തും, സെൻട്രൽ പോയിന്റിലെത്തും. ഓക്കെ, ദെൻ സിന്ന് പാർട്ടിക്കിൾ ബിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പം എം എന്നുള്ള പോയിന്റ് എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തും. സോ ഒരു ഹാഫ് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ സി ബി എന്നുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പം ഈ പോയിന്റ് എം എന്നുള്ളത് എ ടു ബി എന്നുള്ള പോയിന്റിലെത്തും. ഓക്കെ, ദെൻ പാർട്ടിക്കിൾ പി ഇപ്പോൾ എവിടെയാണുള്ളത്? എമ്മോ ഇവിടെയാണുള്ളത്. പാർട്ടിക്കിൾ പി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. സോ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ എം എന്നുള്ള പോയിന്റിന് എന്ത് സംഭവിക്കും? എം എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്, ഇതിങ്ങനെ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് എം തിരിച്ച് റിട്ടേൺ മോഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ പാർട്ടിക്കിൾ ബി ഡി എ എന്നുള്ള പാത്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ പാർട്ടിക്കിൾ ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ എത്തുമ്പോഴേക്കും എം എന്നുള്ള പോയിന്റ് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാവും. സോ ഒരു കംപ്ലീറ്റ് മോഷനായി, അല്ലെങ്കിൽ വൺ ഓസിലേഷനായി. ഓക്കെ, സോ ഈ പാർട്ടിക്കിൾ എമ്മിൻ്റെ മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മോഷൻ എപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷനായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ, ഇത് ഒരേ ടൈമിലായിരിക്കും മോഷൻ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഇവിടം തൊട്ടിട്ട് ഈ പോയിന്റ് എത്തി തിരിച്ചിവിടെ എത്തുമ്പം ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കും. അതേ ടൈമിലാണ് വീണ്ടും ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചിവിടെ തന്നെ എത്തും. സോ പീരിയോഡിക് മോഷൻ ആയിരിക്കും. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ഇതിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ എപ്പോഴും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള എവിടെയാണോ പാർട്ടിക്കിൾ ഉള്ളത് അവിടേക്കുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലായിരിക്കും. ദെൻ തേർഡ് കണ്ടീഷൻ, ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ പോയിന്റിലേക്കായിരിക്കും, ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ മോഷൻ ആയിരിക്കും. സോ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം അത് നമുക്ക് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ എപ്പോഴും ഒരു സർക്കുലർ മോഷൻ നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ
ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ, സിമിലർലി ഓൺ ദ വെർട്ടിക്കൽ ഡയമീറ്റർ ഓൾസോ. നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. വെർട്ടിക്കൽ ഡയമീറ്റർ ആയാലും ഇതേ എഫക്റ്റ് ആണ്. ഹൊറിസോണ്ടൽ ഡയമീറ്റർ ഓർ വെർട്ടിക്കൽ ഡയമീറ്റർ വിൽ ബി ഓൾവേസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സോ നമുക്ക് ഇക്വേഷനും ഒക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പാർട്ടിക്കിളിൻ്റെ ഒരു ഷാഡോ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യും. ഈ പ്രൊജക്ഷൻ പോയിന്റ് എമ്മിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും ഈ ഒരു ഹൊറിസോണ്ടൽ ഡയമീറ്ററിൽ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, എപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. നമുക്കത് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനീഷ്യലി പാർട്ടിക്കിൾ എ എന്നുള്ള പോയിൻ്റാണ്. എ തൊട്ടിട്ട് ഈ ഒരു ACB കവർ ചെയ്യുമ്പം പാർട്ടിക്കിൾ എം എന്നുള്ളത് എ എന്ന് ബിയിലേക്ക് എത്തും. ദെൻ ദ നെക്സ്റ്റ് ഹാഫ് റൊട്ടേഷൻ BDA കവർ ചെയ്യുമ്പം പാർട്ടിക്കിൾ ബി എന്നുള്ള പോയിന്റിൽ നിന്ന് എയിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, സോ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ബി, ഈ ഒരു വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ പാർട്ടിക്കിൾ പി കംപ്ലീറ്റ് ആകുമ്പം ഈ പോയിന്റ് എം എന്നുള്ളത് എ തൊട്ടിട്ട് ബിയിലെത്തി തിരിച്ച് എയിലേക്ക് തന്നെ തിരിച്ചെത്തും. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് പാർട്ടിക്കിൾ എമ്മും കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഈ സെൻറ്റർ പോയിന്റ് ഇവിടെ ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. ഈ ടോട്ടൽ ട്രാവലിൻ്റെ മീൻ പൊസിഷൻ ഇതാണ്. ഇതിനെയാണ് സെൻറ്റർ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. മീൻ പൊസിഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ദെൻ ഈ പോയിന്റ് ബി, ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയമീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് ബി ആൻഡ് പോയിന്റ് എ, ഓക്കെ, ഇതാണ് ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് ഈ പാർട്ടിക്കിളിന് കവർ ചെയ്യാൻ പറ്റുന്ന, പോയിന്റ് എമ്മിന് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇതുവരെ പോകാൻ പറ്റുള്ളൂ, ഇതിന് പുറത്തേക്ക് പോകില്ല. അതേമാതിരി ഇവിടെ ആണെങ്കിൽ ഇതുവരെ പോകാൻ പറ്റുള്ളൂ. സോ ഈ ഡിസ്റ്റൻസ്, ഈ മീൻ പൊസിഷനിൽ ഈ മാക്സിമം പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ജനറലി ക്യാപിറ്റൽ A എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ദ പാർട്ടിക്കിൾ ക്യാൻ ട്രാവൽ ഫ്രം ദ മീൻ പൊസിഷൻ. ഈ പോയിന്റ് O തൊട്ടിട്ട് ഈ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ മോഷൻ നമ്മളിപ്പോൾ നോക്കണ്ട, നമുക്ക് ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റ് എമ്മിൻ്റെ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പോയിന്റ് എമ്മിന് മൂവ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രീം പൊസിഷൻ, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ. ഓക്കെ, സോ ഈ രണ്ട് ടേമും കൂടി ഓർമ്മിച്ച് വെക്കാം. ഇനി ഇതേപോലെ തന്നെ സപ്പോസ് ഈ പാർട്ടിക്കിളിൻ്റെ ഞാൻ ഒരു പ്രൊജക്ഷൻ ഈ ഒരു സൈഡിൽ എടുത്തു വിചാരിച്ചു, M', ഇങ്ങനെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഈ പാർട്ടിക്കിൾ M' പോയിന്റ് CD എന്നുള്ള പോയിന്റിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ ഓൺ ദ ഹൊറിസോണ്ടൽ ഡയമീറ്റർ ഓൾസോ ഓൺ ദ വെർട്ടിക്കൽ ഡയമീറ്റർ വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് നമുക്ക് അടുത്ത ഡെറിവേഷൻ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. പാർട്ടിക്കിളിന് സർക്കുലർ മോഷനാണ്, അതിൻ്റെ പ്രൊജക്ഷന് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇനി ഇതിൽ കുറച്ച് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. ടേംസ് യൂസ്ഡ് ഇൻ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചു തന്നെയാണ്. ടേംസ് യൂസ്ഡ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം ആൻഡ് മീൻ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം ആൻഡ് മീൻ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, ഈ എക്സ്ട്രീം പൊസിഷനും മീൻ പൊസിഷനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ സൈഡിലാണെങ്കിൽ ഇതാണ് എക്സ്ട്രീം പൊസിഷനും ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മീൻ പൊസിഷൻ. ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം മീൻ പൊസിഷൻ. ആ പാർട്ടിക്കിളിന് അത്രയും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് പോയിന്റ് എയിൽ നിന്ന് പുറത്തേക്ക് ഈ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി പോയിന്റ് ബിയിൽ നിന്ന് പുറത്തേക്ക് ഈ പോയിന്റ് എമ്മിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. സെക്കൻഡ് വൺ, ഓസിലേഷൻ.
ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ദ പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് ദ ഡയമീറ്റർ. ഈ ഡയമീറ്റർ കൂടെയുള്ള ഈ മോഷനെയാണ് ഇതിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ along the diameter. Okay, സോ ഒരു വൺ സിംഗിൾ ഓസിലേഷൻ മീൻസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചെത്തുന്നതിനെയാണ് വൺ ഓസിലേഷൻ എന്ന് പറയുക. അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ, ഈ പാർട്ടിക്കിൾ പി ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ പോയിന്റ് എം എ എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിലേക്ക് എത്തും. അതിനെയാണ് വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തിരിച്ച് സെയിം പോയിന്റിൽ തന്നെ തിരിച്ചെത്തുന്ന ഇതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്, വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് പീരിയോഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. It is the time taken for one oscillation. Generally the period of motion is denoted as TP അല്ലെങ്കിൽ capital T. Period means ഒരു ഓസിലേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചെത്താനുള്ള ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് തിയറി. ഇത്രയും ഒന്ന് നോക്കിയിട്ട് വരിക. ബാക്കി ഡെറിവേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.